മൈക്കോടെ വിവരമറിഞ്ഞതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അധികാരികളുടെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം ഉണ്ടാക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ലക്ഷോറിൽ മാത്രമല്ല, കേരളത്തിൽ പല സ്ഥലങ്ങളിലും സ്വകാര്യ ആശുപത്രികളിൽ മര്യാദയ്ക്കുള്ള ശമ്പളം കൊടുക്കാതെയും മിനിമം കൂലി പോലും നൽകാതെയും അമിതമായി നിശ്ചിത സമയത്തേക്കാൾ കൂടുതൽ ജോലി ചെയ്യിക്കുകയും മാനേജ്മെന്റാകട്ടെ ചികിത്സയ്ക്ക് വരുന്നവരിൽ നിന്ന് ഇരട്ടി മാത്രമല്ല നിരവധി ഇരട്ടി ബില്ലടി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ നീതികെട്ട സമീപനത്തിന് നിയന്ത്രണം ഉണ്ടാക്കേണ്ടത് ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ചുമതലയാണ്. ഗവൺമെന്റ് അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഇടപെടുകയും നഴ്സുമാരുടെയും മറ്റ് ജീവനക്കാരുടെയും ആവശ്യങ്ങൾ എന്തെന്ന് പരിഗണിച്ച് കേരളത്തിൽ നീതിരഹിതമായ നിലയിൽ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത് നിയന്ത്രിക്കാനും തടയാനും ആവശ്യമായ നടപടി കൈക്കൊള്ളുകയാണ് വേണ്ടത്. നിങ്ങളുടെ പ്രതിനിധികൾ ഇന്ന് രാവിലെ എന്നെ വന്ന് കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കുകയുണ്ടായി. അവർ ചില മെമ്മറാണ്ടങ്ങളും എനിക്ക് നൽകി. അത് ഫോർവേഡ് ചെയ്ത് ഞാൻ ഗവൺമെന്റിനും തൊഴിൽ വകുപ്പ് മന്ത്രിക്കും അതേപോലെ തന്നെ മാനേജ്മെന്റിനും കത്തയക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടുവാൻ ലേബർ ഡിപ്പാർട്ട്മെന്റിന് നിർദ്ദേശം നൽകാനും മന്ത്രി തന്നെ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ മനസ്സിലാക്കി അടിയന്തരമായി നടപടി സ്വീകരിക്കുന്നതിനും അവരെ ഞാൻ അറിയിക്കുന്നതാണ്. സംഘടിതമായ നിങ്ങളുടെ സമരം അവഗണിക്കാനും പ്രശ്നങ്ങളിലൊന്നും കണ്ടില്ലെന്ന് നടിക്കാനും ഒരു മാനേജ്മെന്റിനും കഴിയുകയില്ല. സംഘടന ശക്തിപ്പെടുത്തി അവകാശം നേടുന്നതുവരെ ഉറച്ചു നിൽക്കാൻ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളെ ഗുണ്ടകളെ അഴിച്ചുവിട്ട് ആക്രമിക്കാൻ തുനിഞ്ഞാൽ നിങ്ങൾ നേതാക്കന്മാരുടെ പിന്നിൽ ഒറ്റക്കെട്ടായി നിന്നിട്ട് നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന ഗുണ്ടകളെ സമാധാനപരമായി തന്നെ മര്യാദയ്ക്ക് പറഞ്ഞേക്കാനുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ആ നിലയിൽ തികച്ചും സമാധാനപരമായി നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഉറച്ചു നിന്ന് പൊരുതണമെന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ സമരം എല്ലാ നിലയിലും വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.